ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു കല്ലുമ്മക്കായ ബിരിയാണിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. കല്ലുമ്മക്കായ ബിരിയാണി എന്ന് പറയുമ്പോൾ കണ്ണൂർക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിരിയാണിയാണ് കല്ലുമ്മക്കായ ബിരിയാണി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. മറ്റ് ബിരിയാണിയെ പോലെ നമ്മൾ ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ഈ ഒരു കല്ലുമ്മക്കായ ബിരിയാണിയിൽ ചേർക്കുന്നില്ല. അപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നിവിടെ കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ കല്ലുമ്മക്കായ മുഴുവനെയുള്ള കല്ലുമ്മക്കായാണ് എടുത്തിട്ടുള്ളത്. കല്ലുമ്മക്കായ അതിന്റെ തോട് വശമൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിന്റെ ഉൾവശമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ, എല്ലാം ടീസ്പൂണിലാണ് കേട്ടോ എടുക്കുന്നത്. അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇത് വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾവശത്തുള്ള ആ ചകിരി പോലത്തെ ഭാഗവും പിന്നെ അതിന്റെ പുറത്തുള്ള നമ്മളൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു വേസ്റ്റും കൂടെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കല്ലുമ്മക്കായ ശരിക്കും ക്ലീൻ ചെയ്യാതെ കഴിക്കുവാണെങ്കിൽ നമുക്ക് വയറുവേദനയും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു പാൻ വെച്ച ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി മൊരിഞ്ഞിട്ട് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഉള്ളി നമ്മൾ ഗോൾഡൻ കളറാക്കി എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ചെറിയൊരു ഉള്ളി നേരിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ടൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുക കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം ഇവിടെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോ വീട്ടിൽ ജസ്റ്റ് കഴിക്കുന്നതാണെങ്കിൽ ഉള്ളി ഇതുപോലെ ഗോൾഡൻ കളർ ആക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിക്ക് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതേ എണ്ണയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കല്ലുമ്മക്കായ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പും മുന്തിരി മസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുന്നവരും ഉണ്ട്, ഇടാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പൊതുവെ ബിരിയാണികളിൽ നമ്മൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ബിരിയാണി ബിരിയാണി ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത്. ഇനി നമുക്ക് അതേ എണ്ണയിൽ കുറച്ചുകൂടി ഞാൻ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയിൽ നമ്മൾ കല്ലുമ്മക്കായി നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഒത്തിരി തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. അപ്പം അതൊന്ന് മൊരിഞ്ഞ് നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഒരു ഒരു എന്താ പറയാ, ഒരു അരഭാഗം വേവുന്ന രീതിയിൽ മാത്രം ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. കാരണം നമ്മൾ അത് ആദ്യമേ പുഴുങ്ങിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ലുമ്മക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ കുറച്ചും കൂടി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം ഏകദേശം ഇവിടെ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുകയാണ്. ഇതിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മസാല, നിങ്ങൾ എടുക്കുന്ന കല്ലുമ്മക്കായയുടെ അളവും എത്രയാണോ നിങ്ങൾക്ക് മസാല വേണ്ട അതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 750 ഗ്രാം കല്ലുമ്മക്കായാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ഒരു ട്രിക്കും കൂടി ഉണ്ട്. അത് ഞാൻ പറയാട്ടോ. ഇങ്ങനെ ഒത്തിരി നേരം നിന്ന് വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഒരു ഇത് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഒരു 3 ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി വിതറി കൊടുത്തിട്ടാകുമ്പം പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. പെട്ടെന്ന് വാടിക്കിട്ടും പറഞ്ഞാൽ എന്തായാലും നമ്മൾ കുറച്ച് സമയം വഴറ്റാൻ വേണ്ടി നിൽക്കണം. എന്നെങ്കിൽ മാത്രമേ വഴറ്റി കിട്ടത്തുള്ളൂ. അല്ലാതെ കണ്ണ് തുറക്കുന്ന ആ ഒരു സ്പീഡിലൊന്നും ഉപ്പിട്ട് കഴിഞ്ഞാലും വാടിക്കിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഉള്ളി മുറിച്ചിട്ടിട്ട് നമ്മളെ ഒരു കുക്കറിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 1 വിസിൽ, 1 2 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ളി നന്നായിട്ട് വാടി കുഴഞ്ഞു കിട്ടും. പിന്നെ അതിന്റെ ആ ഉള്ളിയുടെ ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന്
ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉള്ളി വാട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ടൈമൊന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒത്തിരി നേരം നിന്ന് വഴറ്റാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. മറ്റ് ബിരിയാണിയെ പോലെ ഒത്തിരി മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഈ 2 മസാലകൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായ മസാലയിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു 7-8 പച്ചമുളകും പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എല്ലാം കൂടി ഒന്ന് ചതച്ച ഒരു ഇതാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും ഒത്തിരി കൂടി പോകരുത്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഒരല്പം മല്ലിയില മാത്രമേ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഒരു കല്ലുമ്മക്കായ ബിരിയാണിയിൽ നമ്മൾ കറിവേപ്പില മസ്റ്റായിട്ട് ഇടണം കേട്ടോ. സാധാരണ ബിരിയാണികളിൽ കറിവേപ്പില ഞാൻ ഇടാറില്ല. പക്ഷെ കല്ലുമ്മക്കായ ബിരിയാണിയിൽ കറിവേപ്പില എന്തായാലും ഇടാറുണ്ട്. കല്ലുമ്മക്കായ ഏത് റെസിപ്പി ആണെങ്കിലും കറിവേപ്പില ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ. ഇനി നമ്മൾ ആ കല്ലുമ്മക്കായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കല്ലുമ്മക്കായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കല്ലുമ്മക്കായ അങ്ങനെ തെളിഞ്ഞു കാണത്തൊന്നുമില്ല. കാരണം ഇച്ചിരി ചെറിയ കല്ലുമ്മക്കായാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ നല്ല വലുപ്പമുള്ള കല്ലുമ്മക്കായ ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കല്ലുമ്മക്കായ കാണും. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ വെക്കുക കേട്ടോ. ഇപ്പൊ ഏകദേശം നല്ല രീതിക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം പാടെ നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. മാക്സിമം എത്രത്തോളം വഴറ്റാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ മസാല കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വേറെ പൊടികൾ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഗരം മസാല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എരിവിന് വേണ്ടി കാശ്മീരി പൗഡറാണ് എടുത്തത്. നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ല എരിവാണ്. അതുകൊണ്ട് മുളക് പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇതിൽ ഡബിൾ ആയിട്ടാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. കുക്കറിൽ വെക്കുമ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന രീതിയിൽ വെള്ളം എടുക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ആ അരി കഴുകിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 പട്ട, ഒരു 3-4 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരല്പം പശുനെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പുളിനാരങ്ങ ഉണ്ടെങ്കിൽ പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അത് ഒഴിക്കുകയാണെങ്കിൽ അരികൾ തമ്മിൽ പറ്റിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഇനി ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ആ എടുത്ത അരിയുടെ അളവിനനുസരിച്ചിട്ട് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമതും അതേ അളവിന്റെ നേരെ പകുതി ഭാഗം വെള്ളം എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ എടുക്കുമ്പോഴാണ് എനിക്ക് കുക്കറിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതുപോലെ വെക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഒരിക്കലും ചോറ് കൂടുതൽ വെന്തിട്ടോ അല്ലെങ്കിൽ വേവാതെയോ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. കറക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അരി കഴുകുന്നതിന് മുമ്പേ എത്രത്തോളം അരി ഉണ്ട് എന്നുള്ളത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ വേവ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ആ ഒരു വിസിലിന്റെ ആ ഒരു ഭാഗത്ത് വിസില് ഊരി വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് ആവി ഇങ്ങനെ പോകും. അപ്പൊ നമ്മളൊന്ന് അതൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു തവി വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാത്രമേ എല്ലാ ഭാഗത്തും കറക്റ്റ് ആയിട്ട് അതിന്റെ വേവൊക്കെ ചോറ് അല്ലെങ്കിൽ ചിലത് വെന്ത് ചിലത് വേവാത്ത പോലെ ഇരിക്കും. അപ്പൊ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ അതൊന്ന് അതിന്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വേവിക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ആവി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. നല്ല രീതിക്ക് ആവി പോകുന്നുണ്ട്. അപ്പൊ ഈ ആവി ഇങ്ങനെ പോകുന്ന ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും അങ്ങനെ പറ്റിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഉള്ളി തയ്യാറാക്കിയ ആ ഒരു പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് കല്ലുമ്മക്കായുടെ മസാല ഇട്ട് കൊടുത്തു. അതിന്റെ മേലെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ മസാലയിൽ കൂടുതൽ മല്ലിയില ഇടാതിരുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളിയുടെ ആ ഒരു മിക്സും പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും നമ്മൾ എന്താ പറയാ നമ്മുടെ ആ ഒരു കല്ലുമ്മക്കായുടെ മസാല തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് വീണ്ടും ചോറ് ഇട്ട് കൊടുത്ത് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. കാരണം ഈ നമ്മൾ ചോറിലും ഉപ്പിടുന്നുണ്ട്, മസാലകളിലും ഉപ്പിടുന്നുണ്ട്. അപ്പം രണ്ടും കൂടി ഒത്തിരി കൂടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇടണം. പിന്നെ ഞാൻ ബിരിയാണി ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മസാല വേറെ, ചോറ് വേറെ ആക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. അതാവുമ്പം ബിരിയാണി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കില് അവർക്ക് ഇച്ചിരി ചോറ് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒത്തിരി മിക്സ് ചെയ്തിട്ട് മസാല ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് മസാല എടുത്തിട്ട് അതിന്റെ മേലെ ചോറിട്ട് കൊടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആക്കിയ ശേഷം പിന്നെ മിക്സ് ചെയ്യാറാണ് പതിവുള്ളത്. അപ്പൊ നമ്മുടെ ആ ഒരു അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മസാലയൊന്നും കൂടിപ്പോയിട്ടൊന്നുമില്ല. ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കല്ലുമ്മക്കായ ബിരിയാണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.